എന്തായാലും സിനിമയുടെ അണിയറ പ്രവർത്തകർ കൂടി ചേരുകയാണ്. എന്തായാലും ഒരു മാറ്റം വരുത്തുകയാണല്ലേ സിനിമയിൽ ഒരു മാറ്റം വരുത്താൻ അവസാനം തീരുമാനിച്ചു അല്ലേ? സിനിമയിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ സിനിമയെ ബാധിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളെ ഒരു ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അത് ഇപ്പം ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അമിക്കബിൾ, അല്ലെങ്കിൽ രണ്ടു കൂട്ടർക്കും സാറ് പറഞ്ഞതുപോലെ രണ്ടു കൂട്ടർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തലത്തിലേക്കാണ് അത് വന്നിരിക്കുന്നത്. പ്രായോഗികമായിട്ടൊരു ഫിലിം മേക്കർ എന്നുള്ള നിലയ്ക്ക് എനിക്കും ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ എനിക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന സജഷനാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധ്യമാവുന്ന അടുത്ത മണിക്കൂറിൽ തന്നെ അത് റീസബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ തീരുമാനം. ഇനി എന്തൊക്കെ എത്ര സമയം എടുക്കും ഏകദേശം ഇതിനുവേണ്ടി എത്ര സമയം ഏകദേശം എടുക്കുമായിരിക്കും? 24 മണിക്കൂറിനുള്ളിൽ വെക്കാൻ പറ്റുമോ ഇനി പുതിയ പതിപ്പ്? അതിനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് ഞാൻ മാത്രമായിട്ട് ചെയ്യേണ്ട, എഡിറ്ററും ഒരു കൂട്ടായ ടെക്നിക്കൽ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ട ഒരു VFX എല്ലാം കൂടെ വരേണ്ടതാണ്. അപ്പം എങ്ങനെയാലും ഒരു 24 അവേഴ്സിനകത്ത് ഒരു ഡേ ഓഫ് ടുമോറോ നമുക്ക് റീസെൻസ് കൊടുക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. രംഗത്തിലൊക്കെ മ്യൂട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാവില്ലേ? എങ്ങനെ വിചാരണ രംഗത്തിലല്ലേ മ്യൂട്ട് ചെയ്യേണ്ടി വന്നിരിക്കുന്നത്? ഇപ്പോൾ അത് ബുദ്ധിമുട്ടാവുമോ പടത്തിന്? 2 സ്ഥലങ്ങളിൽ മ്യൂട്ട് ചെയ്യണമെന്നുള്ള ഡിമാൻഡ് CBCയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് ബുദ്ധിമുട്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. നേരത്തെ പറഞ്ഞു സീനുകൾ കട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആദ്യം ചർച്ചയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ സാധ്യമല്ല എന്ന് പ്രൊഡക്ഷൻ തന്നെ കൃത്യമായിട്ട് പറഞ്ഞു. എൻ്റെ കൂടെ തന്നെ നിന്ന് ആ സീനിൻ്റെ എത്രത്തോളം ആവശ്യകത സിനിമയിലുണ്ടെന്ന് മനസ്സിലാക്കി പ്രൊഡ്യൂസേഴ്സ് തന്നെ അത് പറ്റില്ല എന്നൊരു തീരുമാനം എടുത്തു. വളരെ വിചിത്രമായ വാദങ്ങളാണ് സെൻസർ ബോർഡ് രാവിലെ കൊടുത്ത അഫിഡവിറ്റ് വെച്ചിട്ട്. താങ്കൾക്ക് അത് കണ്ടിട്ട് എന്ത് തോന്നി? സാർ പറഞ്ഞതുപോലെ അത് മെറിറ്റിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുള്ള വിഷയമാണ്. അത് കണ്ടെന്ന് തോന്നുന്നു, ചെയ്യുന്നില്ലേ, വായിച്ചിരുന്നെന്ന് തോന്നില്ലേ? അത് നമുക്ക് പുറത്തു പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ അതിന് പറഞ്ഞിരിക്കുന്നത്. പേര് മാറ്റുന്നതിലൂടെ കണ്ടന്റിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? സിനിമയുടെ കോണ്ടന്റിലെ മാറ്റം സാധ്യത കുറവാണ്. ഒരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നിരാശയുണ്ടോ? ഒരിക്കലും ഇല്ല. ഇവിടം വരെ എത്താൻ സാധിച്ചത് തന്നെ ഭയങ്കര നല്ല സന്തോഷകരമായ കാര്യമാണ്. കാരണം അങ്ങനൊന്നും ഇല്ല. ഇത് സിനിമ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരണം. ഈ നിൽക്കുന്ന എല്ലാവരും ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ് 2-3 വർഷമായിട്ട് ഒരുപോലെ എൻ്റെ പുറകെ നിന്ന് ഒരു ആൾക്കാരാണ് ഈ പ്രൊഡക്ഷനിൽ ഇത്രയും പേര്. പ്രൊഡ്യൂസറാണ്, അദ്ദേഹത്തെ ഇതുവരെയായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ജെ ഫനീന്ദ്രകുമാർ, ഹീസ് ഫ്രം ചെന്നൈ കോസ്മോസ് എൻ്റർടൈൻമെൻറ്റ്. അപ്പം ഇത്രയും പേര്, സുജിത്തേട്ടൻ, മോനേട്ടൻ, കിരൺ, എല്ലാവരും ഉണ്ട്. സേവ് ചേട്ടാ, ഇത്രയും പേര് നിന്ന് എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് നമ്മൾ ഈ നാളെയോ മറ്റന്നാളോ ഇത് സബ്മിറ്റ് ചെയ്യുന്നതനുസരിച്ച് വിതിൻ 3 വർക്കിംഗ് ഡേയ്സിനകത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യണമെന്നാണ് കോടതി കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ എന്ന് ഇഷ്യൂ ചെയ്യാൻ പറ്റുമെന്ന് എന്നേക്കാൾ പറയാൻ സാധ്യതയുള്ളത് ഡിസ്ട്രിബ്യൂട്ടർക്കാണ്. 18th ആണ് അദ്ദേഹം റിലീസ് പ്ലാൻ ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. 18th തന്നെയാണ്. സർട്ടിഫിക്കറ്റ് കൈ കിട്ടാൻ ഒന്നും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് പറയുന്നത്. ചില കാര്യങ്ങൾ പറഞ്ഞ പോലൊന്നും അല്ല. CBFC സൈഡിൽ What's your response about the court decision? No, it's not about the court decision. We collectively decided, for the release of the film. We are more concerned about the release of the film. So we have to, we have accepted whatever the court has suggested to us. So we'll, I think, no, it's not the happiness. It's at least we are moving forward. So that's what matters now. We have agreed to it, so it has to be. Sorry, I didn't get you. You are going to mute or? Yeah, we are going to mute. Yeah.